So next activity on page 36, activity E. Okay, ഇത് ഈസിയാണ്. ദിസ് ഈസ് ടു ഫ്രെയിം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? ഹെൽപ്പിംഗ് വേർബ്, ഓക്സിലറി വേർബ് എടുത്തിട്ട് ഫസ്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഓക്കെ സബ്ജക്റ്റ്. നമുക്ക് ഈ സെൻറ്റൻസ് നോക്കാം. ദർ ഈസ് എ കോഡിയൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രാനി ആൻഡ് വാനി. അപ്പോൾ ഇതിലുള്ള വേർബ് എവിടെയാണെന്ന് നോക്കുക. ഓക്കെ, ഈസാണ് വേർബ്. ഈസ് ഹെൽപ്പിംഗ് വേർബാണ്. അതേസമയം ഈ സെൻറ്റൻസിൽ ആ ഹെൽപ്പിംഗ് വേർബ് തന്നെയാണ് മെയിൻ വെർബായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ആ ഈസിനെ എടുത്ത് ഫസ്റ്റിലേക്ക് ഇടാം. അപ്പോൾ എന്താണ്? ഐ ഒന്ന് ക്യാപിറ്റലൈസ് ചെയ്യണം. ഓക്കെ, സോ ബാക്കി നമുക്ക് ഈസിയാണ്. ഈസ് ദെയർ എ കോഡിയൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രാനി ആൻഡ് വാണി. അടുത്ത് നോക്കാം. അതും ഈസിയാണ്. ബിക്കോസ് അവിടെ ഹെൽപ്പിംഗ് വേർബ് തന്നെയാണ് മെയിൻ വെർബായിട്ട് കിടക്കുന്നത്. ഏതാണത്? വെയർ. ദേ വെയർ ഓൺ ദ ബസ് അഗെയിൻ. സോ ആ വെയർ എന്നുള്ളത് എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഇടുക, ക്യാപിറ്റലൈസ് ചെയ്യുക, ഡബ്ല്യു. വെയർ ദേ ഓൺ ദ ബസ് അഗെയിൻ. അടുത്ത ക്വസ്റ്റ്യനാണ് കുട്ടികൾ യൂഷ്വലി തെറ്റിക്കുന്നത്. കലാം wanted to help his family. ഇതിൽ ഹെൽപ്പിംഗ് വേർബ് എവിടെ? അത് നോക്കുമ്പോൾ കാണുന്നില്ല അല്ലേ? ഈസ്, ആർ, ആം, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, വിൽ, ഷാൽ, ക്യാൻ, കുഡ്, ഇങ്ങനെയൊക്കെയുള്ള ഹെൽപ്പിംഗ് വേർബുകൾ നമുക്ക് ഇതിൽ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. മെയിൻ വെർബ് ഏതാണ്? wanted. വാണ്ടഡിൻ്റെ ഹെൽപ്പിംഗ് വെർബ് അവിടെ ഹിഡൻ ആണ്. വാണ്ടഡ് എന്നുള്ളതിനെ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് ആലോചിക്കണം. അപ്പോൾ ഇറ്റ്സ് എ പാസ്റ്റ് ടെൻസ് ഫോം, V2 ഫോമാണ്, ED ഉള്ള ഫോം. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്പ്ലിറ്റ് ഇങ്ങനെയാണ് ചെയ്യുക. ഡു, ഡസ്, ഡിഡിൽ ഡിഡ് ആണ് പാസ്റ്റ് ടെൻസ് ഫോം. ഡിഡ് പ്ലസ് want ഈസ് ഈക്വൽ ടു wanted. അപ്പോൾ ആ ഹിഡൻ ഒളിച്ചിരിക്കുന്ന ഹെൽപ്പിംഗ് വേർബ് ഡിഡ് ആണ് അവിടെ. ഓക്കെ, അപ്പോൾ ആ ഡിഡിനടുത്ത് ഫസ്റ്റിലേക്ക് ഇടുക. ഡിഡ് കലാം, പിന്നെ നമ്മൾ wanted എന്ന് വീണ്ടും വെക്കില്ല, want. ഡിഡ് കലാം want to help his family. അടുത്ത് നോക്കുക. എവ്രി ചൈൽഡ് can contribute in some way. അവിടെ ഈസിയാണ്. ഹെൽപ്പിംഗ് വേർബ് അവിടെ കിടപ്പുണ്ട്. ഏതാണ് മെയിൻ വെർബ്? കോൺട്രിബ്യൂട്ട്. കോൺട്രിബ്യൂട്ട് എന്നുള്ളതാണ് മെയിൻ വെർബ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹെൽപ്പിംഗ് വേർബ് ക്യാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഹെൽപ്പിംഗ് വേർബിനെ എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സബ്ജക്റ്റ് പ്ലേസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മെയിൻ വെർബ് പ്ലേസ് ചെയ്യും. ഓക്കെ, പിന്നെ റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ്, റെസ്റ്റ് ഓഫ് ദ പാർട്ട് ഓഫ് ദ സെൻറ്റൻസ്. അപ്പോൾ ക്യാൻ എവ്രി ചൈൽഡ് contribute in some way. Okay, thank you.